ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ പലഹാരമായ കളിവടയ്ക്കാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മുടെ വീടുകളിൽ മുത്തശ്ശിമാരും അമ്മൂമ്മമാരും ഒക്കെ ഓണക്കാലത്ത് സ്ഥിരമായി ഉണ്ടാക്കി കൊണ്ടിരുന്ന ഒരു നാടൻ പലഹാരമാണ് ഈ കളിവടയ്ക്ക. നമുക്ക് ഈ സ്വാദിഷ്ടമായ കളിവടയ്ക്ക എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ചീട അഥവാ കളിവടയ്ക്ക തയ്യാറാക്കാം. നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ കളിവടയ്ക്ക എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ കളിവടയ്ക്ക തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പുഴുക്കലരി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചോറൊക്കെ തയ്യാറാക്കാനായിട്ട് എടുക്കാറുള്ള നാടൻ ചമ്പാവരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് പച്ചരി വേണം. കൂടാതെ നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് വേണം. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ ജീരകം വേണം. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മൾ ഈ സ്വാദിഷ്ടമായ ചീട അല്ലെങ്കിൽ കളിവടയ്ക്ക തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഈ കളിവടയ്ക്ക വറക്കുന്നതിന് ആവശ്യത്തിനുള്ള എണ്ണ കൂടി വേണം. കളിവടയ്ക്ക തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ പുഴുക്കലരിയും പച്ചരിയും നല്ലതുപോലെ കഴുകി നമുക്കൊരു 3 മണിക്കൂർ ഇത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കണം. അരി നല്ലതുപോലെ കഴുകി വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് ഒരു 3 മണിക്കൂർ ഇതുപോലെ ഒരു പാത്രം കൊണ്ട് അടച്ച് മാറ്റി വയ്ക്കുക. അരി കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടപ്പ് മാറ്റി നോക്കാം. നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമുക്ക് മിക്സിയിൽ വെച്ച് നിന്ന് അരച്ചെടുക്കണം. ഇതുപോലെ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ ഇട്ട് അരച്ചെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള അരിയും നമുക്ക് അരച്ചെടുക്കാം. നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ അരി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്താൽ മതി. ഇത് ഒരുപാടങ്ങ് നമ്മൾ ദോശയ്ക്കൊക്കെ അരയുന്ന ആ ഒരു പരുവത്തിൽ അരയ്ക്കേണ്ട. ചെറിയ ഒരു തരിയോടുകൂടി വേണം നമ്മൾ അരച്ചെടുക്കാനുള്ളത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി ഇതുപോലെ അരച്ചെടുക്കാം. അത് 2 പ്രാവശ്യമായിട്ടാണ് ഈ അരി അരച്ചെടുക്കുന്നത്. നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പത്തിനായിട്ടാണ് നമ്മൾ 2 പ്രാവശ്യം എടുത്തത് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലും ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഇതുകൂടി നമുക്ക് മിക്സി വെച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇത് നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വച്ചിട്ടുള്ള അരിയെല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും കൂടി നമുക്ക് മിക്സിയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ മിക്സിയിൽ വെച്ച് നമ്മൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടിച്ച തേങ്ങയും കൂടി നമുക്ക് ഈ അരിമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. പൊടിച്ച തേങ്ങയും കൂടി ചേർത്ത് നമ്മൾ ഈ മാവ് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് ഈ മാവ് നല്ലതുപോലെ ഇളക്കി എടുക്കണം. അപ്പോൾ നമ്മൾ മാവ് ഈ ഒരു കട്ടിയിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത്
അടുപ്പിൽ വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. നമുക്കിത് ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കുന്ന ഒരു പരുവത്തിൽ നമുക്കിത് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഗ്യാസ് കത്തിച്ചു ഈ മാവ് നമ്മൾ കുറുക്കാനായിട്ട് വച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ ഈ മാവ് പെട്ടെന്ന് കുറുകി കിട്ടും. നമുക്ക് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് നമുക്കിതുപോലെ കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടി പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ മാവ് നല്ലതുപോലെ കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തുള്ള വെള്ളമെല്ലാം വറ്റി നമുക്ക് നല്ലതുപോലെ ഒന്ന് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഈ മാവിൻ്റെ ചൂട് നല്ലതുപോലെ ആറിയതിനു ശേഷം നമുക്ക് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. മാവിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ ആറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മാവ് നമുക്ക് നല്ലതുപോലെ കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ മാവ് കുറുക്കിയെടുക്കാനുള്ളത്. അപ്പോൾ കളിയുടയ്ക്ക് തയ്യാറാക്കാനായിട്ടുള്ള മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. തയ്യാറാക്കിയിട്ടുള്ള മാവെല്ലാം ഇതുപോലെ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കി ഈ മാവെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കണം. ഏകദേശം ഒരേ അളവിലുള്ള ബോളാക്കിയിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാനുള്ളത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തുകൊണ്ട് വരാം. നമ്മൾ കളിയുടയ്ക്ക് തയ്യാറാക്കാനായിട്ടുള്ള മാവെല്ലാം ഇതുപോലെ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. കളിയുടയ്ക്ക് വറുത്തെടുക്കാം. നമ്മൾ വറക്കാനായിട്ട് പാത്രമൊക്കെ അടുപ്പിൽ വെച്ചു. നമ്മുടെ പാത്രമൊക്കെ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറക്കുന്നതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള മാവ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം വേണം നമ്മൾ ഈ ഉരുട്ടിയ മാവ് ഇട്ട് കൊടുക്കാനുള്ളത്. ഇട്ട് കൊടുക്കുമ്പോൾ മാവ് പൊട്ടിപ്പോവാതെ പതുക്കെ വേണം ഇട്ട് കൊടുക്കാനുള്ളത്. ഇതുപോലെ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എണ്ണ തെറിക്കാതെ സൂക്ഷിച്ചിട്ട് വേണം ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനുള്ളത്. നമ്മൾ എണ്ണയിലോട്ട് ഉരുട്ടിയ മാവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ വറുത്തെടുക്കാം. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ച മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനുള്ളത്. തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഈ ഉരുട്ടിയ മാവ് ഇട്ട് കൊടുത്താൽ ഉടനെ ഇളക്കരുത്. ഇതിൻ്റെ ഈ മാവ് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളെ ഈ മാവ് പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം ഇളക്കിയെടുക്കാനുള്ളത്. നമ്മുടെ കളിയുടയ്ക്ക് ഈ എണ്ണയിൽ കിടന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വറക്കണം. നമുക്ക് ഈ കളിയുടയ്ക്ക് പതുക്കെ പതുക്കെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. എല്ലാ സൈഡും നല്ലതുപോലെ മൂത്ത് കിട്ടണം. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഈ കളിയുടയ്ക്ക് അല്ലെങ്കിൽ ചീട ഇത് ഒരു നാടൻ പലഹാരമാണ്. പണ്ട് കാലം തൊട്ടേ നമ്മുടെ ഓണത്തിനൊക്കെ വീടുകളിലേക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു നാടൻ പലഹാരമാണ്. കളിയുടയ്ക്കൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ ഇതുപോലെ നല്ല ശബ്ദം കേൾക്കും.
നമ്മുടെ കളിയുടക്കൊക്കെ നല്ലതുപോലെ മൂത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇത് വറുത്തെടുക്കാനുള്ളത്. പിന്നെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കളിയുടക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഒരു ഈ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ കളിയുടക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ എണ്ണയിൽ വറുത്തെടുക്കാം. നമുക്ക് ഇതും കൂടി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇതും പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ടാമതിട്ട കളിയുടയ്ക്ക് നല്ലതുപോലെ മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരി മാറ്റാം. കളിയുടക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ വറുത്തെടുക്കാം. നമുക്ക് ഇതും കൂടി നല്ലതുപോലെ വറുത്തെടുക്കാം. കളിയുടക്ക റെഡി ആയിട്ടുണ്ട്. കളിയുടക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ കളിയുടക്ക റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ കളിയുടക്ക തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ ചോറൊക്കെ വെച്ച് കഴിക്കാൻ ഉപയോഗിക്കുന്ന നാടൻ പുഴുക്കലരിയിലാണ് ഈ കളിയുടക്ക തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാതെയാണ് ഈ കളിയുടക്ക തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ തയ്യാറാക്കിയ വളരെ സ്വാദിഷ്ടമായ കളിയുടക്ക ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരമാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടിയാണ്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ഓണക്കാലത്ത് സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരു നാടൻ പലഹാരം കൂടിയാണ് ഈ കളിയുടക്ക. ഇതുപോലെ എല്ലാവരും ഈ ഓണത്തിന് കളിയുടക്ക തയ്യാറാക്കി നോക്കുക. താങ്ക് യു.